2014 മാർച്ച് 5-ാം തീയതി UP-യിലെ പല ഗ്രാമങ്ങളിലെ ഒരു സിറ്റുവേഷൻ പറഞ്ഞു. 7 ദിവസം അനുഷ്ഠിക്കുന്ന സ്ത്രീകളുടെ വിഷമത, ആ 7 ദിവസത്തിന്റെ ആഘാതം കൂടിയ ആൾക്കാർക്കുള്ള അധിക വേദന, അത് തരണം ചെയ്ത് ആ 7 ദിവസം ഒന്ന് തരണം ചെയ്ത് വരുന്നതിന് അവരനുഭവിക്കേണ്ടി വരുന്ന യാതന, അവർ ട്യൂബ് ലൈറ്റുകളെല്ലാം പ്രാകുന്ന സമയമാണ്. രാത്രി 10 മണിക്ക് ശേഷം എല്ലാ ലൈറ്റും അണഞ്ഞതിന് ശേഷമാണ് അവരൊരു പാടത്തേക്ക് ഇറങ്ങി ചെന്നിരുന്ന് അവിടെയുള്ള ഒരു പ്രത്യേക ക്വാളിറ്റിയുള്ള ഒരു ചെടി കുഴച്ച് അതാണ് അവരുടെ പാടായിട്ട് അവർ ഉപയോഗിച്ചത്. ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ ഡേറ്റ, എത്ര 1000 സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു ഡേറ്റ പ്രസന്റേഷൻ ഞാൻ വിഴിഞ്ഞം അടക്കമുള്ള പദ്ധതികൾ, അതുപോലെ തന്നെ സ്ട്രെയിറ്റനിങ് ഓഫ് റെയിൽവേ ലൈൻസ് ഇൻ കേരള ആൻഡ് ഓൾസോ റീലൊക്കേഷൻ ഓഫ് സം റെയിൽവേ സ്റ്റേഷൻസ് ലൈക്ക് കൊല്ലം, തൃശൂർ, കൊച്ചിയിലെ 2 3 വെല്ലിംഗ്ടൺ അടക്കമുള്ള സ്റ്റേഷൻസ് എന്തുകൊണ്ട് സിറ്റി ആവാസ വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്യാത്ത രീതിയിൽ ദൂരേക്ക് പോകണം, ഇങ്ങനെയുള്ള ഒരു 17 പോയിന്റ് പ്രോഗ്രാമാണ് ഞാൻ അവിടെ എൻ്റെ ഒരു ഇൻഡിവിജ്വൽ സെൽഫ് ഇരുന്ന് എൻ്റെ പേഴ്സണൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കിയത് ഞാൻ അദ്ദേഹവുമായിട്ട് പങ്കുവച്ചത്. അതിൽ ഇത് ഒന്നായിരുന്നു. സത്യം പറഞ്ഞാൽ സ്വച്ഛ് ഭാരത് എന്ന് പറയുന്ന ചിന്താഗതി ജനിക്കുന്നത് അദ്ദേഹത്തിന് അവിടെ നിന്നാണ്. ഒരു സോഷ്യലിസ്റ്റ് ആയിട്ടുള്ളതാണ്. ഇത് തള്ളാണെന്ന് ഈ തള്ള് സംസ്ഥാനത്തിന് ഇവിടുത്തെ വിഘടനവാദികൾക്ക് പറയാനൊക്കത്തില്ല. കാരണം ഇതിന് തെളിവുണ്ട്. ഞാൻ അദ്ദേഹത്തെ കണ്ടുവന്ന് ഉടനെ കേരള ശബ്ദത്തിലും നാനയിലും എഡിറ്റോറിയൽ പേജിൽ പ്രസിദ്ധീകരിച്ച ഒരു ആർട്ടിക്കിളുണ്ട്. അതിനകത്ത് ഞാൻ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് തെളിവാണ്. അതില്ല എന്ന് ആർക്കും തള്ളി പറയാനൊക്കത്തില്ല. 2015 സ്വച്ഛ് ഭാരത് മിഷന്റെ പാർട്ടിക്കിൾസ് എല്ലാം ഓരോ സ്റ്റേറ്റിലും വരാൻ തുടങ്ങുന്ന സമയത്ത് എൻ്റെ ഇൻസ്റ്റലേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇവിടെ പോങ്ങിച്ചോട് എന്ന് പറയുന്ന ഭൂതത്താൻ കെട്ടിൽ നിന്ന് നമ്മുടെ ഇടമലയാർ സ്റ്റില്ലിൽ കുറച്ച് ഉള്ളോട്ട് 2 മണിക്കൂർ അകത്തോട്ട് ആനക്കാട്ടിലൂടെ പോകണം. 4 വീൽ ഡ്രൈവാണ്. ഇങ്ങനെ വകഞ്ഞ് മാറ്റി വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്ന ആനക്കൂട്ടം ഉണ്ടെങ്കിൽ ആനക്കൂട്ടം ഉണ്ടാകും, നേരിട്ടുണ്ട്. അത്രയും ദൂരത്തേക്ക് ഉമാപ്രേമൻ എന്ന് പറയുന്ന കുന്നംകുളംകാരി അവിടെ ചെന്ന് നിന്ന് ചെറിയ ട്രക്ക് ലോഡ്സ് ആയിട്ട് ബ്രിക്സും സിമെന്റും മണ്ണും എല്ലാം കൊണ്ടുപോയി 35 ടോയ്ലറ്റ് ചെയ്തതാണ് ആദ്യത്തെ, കേരളത്തിലെ അല്ല ഇന്ത്യയിലെ ആദ്യത്തെ സ്വച്ഛ് ഭാരത് ഇൻസ്റ്റലേഷൻ. അന്ന് ഞാൻ സിനിമാ നടൻ മാത്രമാണ്. 13,80,000 രൂപയാണെന്ന് അതിന് കോസ്റ്റ് ആണ്. അത്ര ആവത്തില്ല. പക്ഷെ ഈ ദൂരം കൊണ്ടു ചെല്ലുന്നത് സത്യം പറഞ്ഞാൽ അവിടെ ഇട്ട് നിർമ്മിക്കുന്നതിന് തുല്യമായി കോസ്റ്റ്. എനിക്കത് അഭിമാനം. ഡീസലിന്റെയും പെട്രോളിന്റെയും ഒക്കെ വിലയെ സംബന്ധിച്ച് ഇപ്പോൾ അത് വന്നു തുടങ്ങി. ഞാൻ 2 വർഷമായിട്ട് ഈ SD കോഫി ടൈംസ് പരിപാടിയിൽ വരെ പറഞ്ഞു. അത് പറഞ്ഞാൽ മനസ്സിലാവാത്ത താഴെത്തട്ട് ജനതയോടാണ് എനിക്കത് പറയേണ്ടി വന്നത്. 4 വരി പാത എങ്ങനെ ഉണ്ടാകും? ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നില്ല, രാജീവ് ഗാന്ധി കൊണ്ടുവന്നില്ല, നരസിംഹറാവു കൊണ്ടുവന്നില്ല, മൻമോഹൻ സിംഗ് കൊണ്ടുവന്നില്ല, വാജ്പേയി കൊണ്ടുവന്നില്ല. വാജ്പേയി ശ്രമിച്ചു, പക്ഷെ സമ്മതിച്ചില്ല. എക്സ്പ്രസ് ഹൈവേ ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു വാജ്പേയി. അത് കേരളം തൊടാൻ സമ്മതിച്ചില്ല. അതിന് മതിയായ കാരണങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറക്കെ ശ്രീ പിണറായി വിജയനെ തള്ളി പറയുകയല്ല. അദ്ദേഹമാണ് അതിന് തടസ്സം നിന്നത്. പക്ഷെ മതിയായ കാരണം അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്നു. പക്ഷെ അത് മീറി ആ കാരണങ്ങൾ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് 4 വരി പാത വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ 50 ലിറ്റർ ഡീസലോ പെട്രോളോ ഉപയോഗിച്ച് എത്തേണ്ട ദൂരം ഇനി 10 ലിറ്റർ കൊണ്ട് എത്തുന്ന സൗകര്യത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ നിങ്ങളുടെ പണം അവിടെ റോഡിൽ കിടക്കണം. കേരളത്തിൽ മാത്രമാണ് 100 കോടി 1 കിലോമീറ്റർ റോഡ് ഉണ്ടാക്കുന്നതിന് ചെലവാക്കേണ്ടി വരുന്നത്. തമിഴ്നാട്ടിൽ അത് വെറും 40 ലക്ഷമാണ്. UP-യിൽ അത് വെറും 20 ലക്ഷമാണ്. സ്ഥലത്തിന്റെ ദൗർലഭ്യമല്ല. നമ്മുടെ നാട്ടുകാർ അത്രയും കാശ് വാങ്ങുന്നുണ്ട് സ്ഥലത്തിന്. ചോദിച്ച കാശ് കൊടുത്താണ് സ്ഥലം വാങ്ങുന്നത്. ഇല്ലെങ്കിൽ കേസും വഴക്കും വക്കാണവുമായിട്ട് ഈ പദ്ധതി 25-30 വർഷം
കൊല്ലം ബൈപ്പാസ് കിടന്നതുപോലെയും ആലപ്പുഴ ബൈപ്പാസ് കിടന്നതുപോലെയും കിടക്കും. സഹോദരൻ അയ്യപ്പൻ റോഡ് തീർത്തെടുക്കാൻ അവസാനം നട്ടലുള്ള ഒരു ചീഫ് ജസ്റ്റിസ് വേണ്ടി വന്നു കേരള ഹൈക്കോടതി. ഇനി കേസുകളും സ്റ്റേയും ബ്ലോക്കും ഒന്നുമില്ല. അതെല്ലാം റോഡ് പണി തീർന്നതിന് ശേഷം ആരും കോടതിയിലേക്ക് വരരുത്, വന്നാൽ ശിക്ഷാ നടപടി കേസ് കൊടുക്കാൻ വരുന്നവർക്ക് നേരെ എടുക്കുമെന്ന് പറഞ്ഞിട്ട് സഹോദരൻ അയ്യപ്പൻ റോഡ് തീർന്നു. വൈറ്റില ടു മളഞ്ഞമ്പലം വഴി ഉള്ള MG റോഡിലേക്കുള്ള ആക്സസ്. കൊല്ലം ബൈപ്പാസ് വരാൻ 7 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു കേരളത്തിൽ 2004 മുതൽ 14 വരെ. KC വേണുഗോപാലും മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലം ആലപ്പുഴയിൽ സാധിച്ചില്ല. ആലപ്പുഴ ബൈപ്പാസിന് ഏതാണ്ട് 43 വയസ്സായപ്പോഴാണ് നരേന്ദ്രമോദിയാണത് കേരളത്തിന്റെ യാത്രാ സൗകര്യത്തിലേക്ക് സമ്മാനിച്ചത്.